നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് ശ്രീനാരായണ ഗുരുവചനം. ഇന്ന് മതം നോക്കി ആളുകളെ കൊന്നൊടുക്കുന്നു. ഇന്ത്യയുടെ ഹൃദയത്തിലേറ്റ പ്രഹരം നാം ഓരോ ഇന്ത്യക്കാരുടെയും മനസ്സിനെ കൂടിയാണ് കീറിമുറിച്ചത്. ജമ്മുകാശ്മീരിലെ പഹൽഗാമിലെത്തിയ നിരപരാധികളായ വിനോദസഞ്ചാരികളുടെ ഹൃദയത്തിലേറ്റ വെടിയുണ്ടകൾ ചിതറിത്തെറിപ്പിച്ചത് ഒരുപാട് പേരുടെ ജീവിതവും സ്വപ്നങ്ങളുമാണ്. ഭാര്യയ്ക്ക് മുമ്പിൽ വെച്ച് ഭർത്താവിനെയും മക്കൾക്ക് മുമ്പിൽ വെച്ച് അച്ഛനെയും നിഷ്ഠൂരമായി കൊന്നുതള്ളി ഭീകരർ. ജീവിതം ആഘോഷിക്കാൻ എത്തിയവരെയാണ് മതം ചോദിച്ച് വസ്ത്രമഴിച്ച് ഭീകരതയുടെ തോക്കേന്തിയവർ ഇല്ലാതാക്കിയത്. വിവാഹം കഴിഞ്ഞ് വെറും 6 ദിവസത്തിനുള്ളിൽ കൺമുന്നിൽ വെച്ച് ഭർത്താവ് പിടഞ്ഞു മരിക്കുന്ന കാഴ്ച കണ്ട് നിശബ്ദയായി നിസ്സഹായിയായി മൃതദേഹത്തിന് മുമ്പിലിരിക്കുന്ന പെൺകുട്ടിയുടെ ചിത്രവും മനസ്സിൽ നോവായി അവശേഷിക്കുന്നു. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം സാധാരണക്കാർക്ക് നേരെയുണ്ടാകുന്ന വലിയ ആക്രമണം. കയ്യും കെട്ടി നോക്കിയിരിക്കില്ല നമ്മുടെ രാജ്യം. സാധാരണക്കാരെ കൊന്നൊടുക്കിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ മറുപടിയും നൽകി കഴിഞ്ഞു. ഏത് സമയവും ഇന്ത്യ പാക് ആക്രമണത്തിനുള്ള സാധ്യതയും ഇനി വിദൂരമല്ല. ഭീകരതയുടെ യുദ്ധക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ നിന്ന് ജമ്മു കാശ്മീർ കരകയറി വരുന്ന സമയത്താണ് വീണ്ടും ഭീതി പരത്തിക്കൊണ്ട് ഭീകരാക്രമണം. നയനമനോഹര കാഴ്ചകൾ ആസ്വദിക്കാനായി നിരവധി സഞ്ചാരികളാണ് ജമ്മു കാശ്മീരിലെത്തുന്നത്. വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്ക് ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി. ഭീതിദായകമായ അന്തരീക്ഷത്തിൽ നിന്ന് അതിജീവനത്തിന്റെ ആഹ്ലാദത്തിന്റെ നാളുകളിലേക്ക് പടിപടിയായി കയറുന്ന സമയത്താണ് അപ്രതീക്ഷിതമായ ഭീകരരുടെ ആക്രമണം. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇപ്പോഴും ഏറ്റെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ലെങ്കിലും പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനിൽ നിന്ന് സഹായം ലഭിച്ചെന്ന കൃത്യമായ വിലയിരുത്തലിൽ തന്നെയാണ് ഇന്ത്യയുടെ നയതന്ത്ര തിരിച്ചടി. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. അട്ടാരി അതിർത്തി അടച്ചു. പാക് പൌരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തി. പാക് പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കി. ഒരു തുള്ളി രക്തം ചിന്താതെ ഇന്ത്യ പാകിസ്ഥാനെ കടുത്ത പ്രതിസന്ധിയിലാക്കി. ഇതിനു മുമ്പുണ്ടായ ഭീകര ആക്രമണങ്ങളുടെ കാലത്ത് പോലും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത കടുത്ത നടപടിയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ചത്. നേരത്തെ പല തർക്കങ്ങളും ഉണ്ടായപ്പോഴും സിന്ധു നദീജല കരാറിൽ ഇന്ത്യ കൈവച്ചിരുന്നില്ല. 1965 യുദ്ധകാലത്തും ഈ കരാർ പ്രകാരമുള്ള ജലവിതരണം തടസ്സപ്പെട്ടില്ല. കിഴക്കൻ പാകിസ്ഥാനിൽ കൃഷി, കുടിവെള്ളം, വൈദ്യുതോൽപാദനം തുടങ്ങി പല ആവശ്യങ്ങൾക്കും പ്രധാനമാണ് സിന്ധു നദീജല കരാർ. ഇതിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നതോടെ പാകിസ്ഥാന്റെ കുടിവെള്ളം മുട്ടുമെന്ന് മാത്രമല്ല, കൃഷിയെയും സമ്പദ് വ്യവസ്ഥയെയും അത് സാരമായി ബാധിക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ജലവിതരണത്തിനുള്ള ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ. 1960 സെപ്റ്റംബർ 19 അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അയൂബ് ഖാനും ചേർന്ന് ഒപ്പുവെച്ചതാണിത്. സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദികളിലെയും വെള്ളം ഉപയോഗിക്കുന്നതിനുള്ള കരാറാണിത്. 70% വെള്ളം ലഭിക്കുന്ന പാകിസ്ഥാനാണ് കരാറിന്റെ വലിയ ഗുണഭോക്താവ്. ഈ നയതന്ത്ര തിരിച്ചടി പാകിസ്ഥാനും വലിയ പ്രതിസന്ധിയാണ്. മാത്രമല്ല, അതിർത്തിയിൽ ഇപ്പോഴും സൈന്യം പോരാട്ടം തുടരുകയാണ്. ഭീകരരെ തുടച്ചു നീക്കാനായി ഭീകരാക്രമണത്തിൽ പങ്കാളികളായ 5 തീവ്രവാദികളുടെ വീടുകൾ തകർത്തു. സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് വീടുകൾ തകർത്തത്. അതേസമയം തന്നെ ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള നടപടി പാകിസ്ഥാനെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായ വ്യക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാനും മുന്നറിയിപ്പ് നൽകുന്നു. എന്തായാലും ഇന്ത്യ തോൽക്കില്ല, തിരിച്ചടിച്ചിരിക്കും. സാധാരണക്കാരെ കൊന്നു തള്ളിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുപടി പാകിസ്ഥാൻ പറയേണ്ടി വരും. 22 अप्रैल को जम्मू कश्मीर के पहलगाम में आतंकियों ने मासूम देशवासियों को जिस बेरहमी से मारा है, उससे पूरा देश व्यथित है. कोटि कोटि देशवासी दुखी हैं. सभी पीड़ित परिवारों के इस दुख में पूरा देश उनके साथ खड़ा है. ഭീകരവാദം വെച്ചുപൊറുപ്പിക്കാവുന്നതല്ല. ഇനിയും ഭീകരവാദികൾ സാധാരണക്കാരന്റെ നേർക്ക് വെടിയുണ്ടകൾ ഉതിർക്കരുത്. നമ്മുടെ രാജ്യത്തിന്റെ ധീര പോരാളികൾ ഇപ്പോഴും ജീവൻ വെച്ച് പൊരുതുകയാണ്. രാജ്യത്തിനു വേണ്ടി
നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ കാക്കാൻ. മതത്തിന്റെ പേരിൽ വിരളി പിടിച്ചോടുന്ന ഭീകരവാദികളെ നിഷ്കരുണം തുടച്ചു നീക്കുക തന്നെ വേണം. മനുഷ്യരെ മൃഗീയമായി കൊല്ലുക, സ്വയം ചെയ്ത തെറ്റിന് മറ്റുള്ളവരെ ശിക്ഷിക്കുക. ഇത്തരക്കാരുടെ മാനസിക വൈകല്യം മൂലം ഇല്ലാതാകുന്നത് മറ്റുള്ളവരുടെ ജീവനും ജീവിതവുമാണ്. തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകം ഞെട്ടലോടെയാണ് പുറം ലോകം അറിഞ്ഞത്. തിരുവാതുക്കലിലെ വ്യവസായി വിജയകുമാറും ഭാര്യ മീരയെയും നിഷ്കരുണം കൊന്നുതള്ളി. പുറത്തുമകത്തും CCTV ക്യാമറകൾ. ഗേറ്റിനു മുമ്പിൽ വന്നയാളെ വീടിനുള്ളിൽ ഇരുന്ന് കാണാം. റിമോട്ട് കൺട്രോൾ ഗേറ്റ്. അകത്ത് കാവൽ നായ. ഇതുകൂടാതെ കാവൽക്കാരൻ വേറെയും. ഇതൊന്നും കൊലപാതകം നടത്താനെത്തിയ പ്രതിക്ക് വിഷയമേ അല്ലായിരുന്നു. ദിവസങ്ങളോളം നിരീക്ഷിച്ച് സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കി അയാൾ കൃത്യം നടപ്പിലാക്കി. കോട്ടയത്തെ വ്യവസായി വിജയകുമാറും ഭാര്യ മീരയും കൊല്ലപ്പെട്ടത് ആദ്യം അറിയുന്നത് വീട്ടിലെ ജോലിക്കാരിയാണ്. അത്യാധുനിക സൗകര്യങ്ങളുള്ള വലിയ വീട്, ആരോടും ശത്രുതയില്ലാതെ നന്നായി ജീവിക്കുന്ന കുടുംബം. സാമ്പത്തിക തർക്കങ്ങൾ ആരുമായി ഉള്ളതായി ആർക്കും അറിവില്ല. മോഷണത്തിനു വേണ്ടിയുള്ള കൊലപാതകവുമല്ല. പിന്നെ എന്താണ് ഇതിന്റെ മൂട്ടി? അതായിരുന്നു അന്വേഷണ സംഘം ആദ്യം അന്വേഷിച്ചത്. ഇരുവരെയും വികൃതമായി കൊലപ്പെടുത്തിയതിൽ നിന്ന് തന്നെ വൈരാഗ്യബുദ്ധിയാണെന്ന് മനസ്സിലാക്കി. തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതി അസം സ്വദേശിയാണെന്ന് കണ്ടെത്തി. വിജയന്റെ മുൻ വീട്ടുജോലിക്കാരനായ അസം സ്വദേശി. വിരലടയാളത്തിൽ നിന്നാണ് പ്രതി അമിത് ഉറാങ് തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചത്. 6 മാസം മുൻപുള്ള ഫോൺ മോഷണ കേസിലെ വിരലടയാളവും കൊലപാതക ദിവസത്തിലെ വിരലടയാളവും ഒന്നു തന്നെയായിരുന്നു. കൊലപാതകം ലക്ഷ്യമിട്ട് കോട്ടയത്തെത്തിയ പ്രതി തിരുവാതുക്കലിന് സമീപത്ത് ലോഡ്ജിലാണ് താമസിച്ചിരുന്നത്. പ്രതിയുടെ CCTV ദൃശ്യങ്ങളും ലോഡ്ജിൽ നിന്ന് ലഭിച്ചു. കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിന്റെ ഉടമയാണ് കൊല്ലപ്പെട്ട വിജയകുമാർ. വിജയകുമാറിനും ഭാര്യ മീരയെയും കോടാലി ഉപയോഗിച്ച് വെട്ടിക്കൊല്ലുകയായിരുന്നു. കൊലപാതകം നടന്ന തിരുവാതുക്കലിലെ 6 അടി ഉയരമുള്ള മതിലുകളോട് കൂടിയ വലിയ വീടിന് CCTV ക്യാമറകളും കാവൽ നായയും ഉണ്ടായിരുന്നു. സംഭവ സമയത്ത് കാവൽ നായ കുരച്ചില്ല. CCTV ദൃശ്യങ്ങൾ അടങ്ങിയ DVR കാണാനുമില്ല. ഇതോടെ മോഷണശ്രമമല്ല കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി. ഇതോടെ 1 വർഷം മുമ്പ് വിജയകുമാറിന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന അമിത് പോലീസിന്റെ നിരീക്ഷണത്തിലായി. സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. അതിനു മുമ്പ് അമിത് വീട്ടിൽ നിന്ന് വില കൂടിയ ഫോൺ മോഷ്ടിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിലിറങ്ങുകയും ചെയ്തിരുന്നു. ജാമ്യത്തിലിറങ്ങിയ ശേഷം ഇയാൾ വീട്ടിലെത്തി ബഹളം വയ്ക്കുകയും മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി പറയുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിരലടയാളമാണ് കൊലക്കേസിൽ നിർണായകമായത്. വീട്ടുജോലിക്കാരി എത്തിയപ്പോഴാണ് അരും കൊലയുടെ വിവരം പുറത്തറിയുന്നത്. വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ വിജയകുമാർ ചോരയിൽ കുളിച്ചു കിടക്കുന്നു. തൊട്ടടുത്ത മുറിയിൽ മീരയുടെ മൃതദേഹവും ഇതേ അവസ്ഥയിൽ കണ്ടു. തൃശൂർ മാള ആലത്തൂരിലുള്ള സഹോദരൻ ഗുണ്ടുറാങ്ങും സുഹൃത്തുക്കളും ജോലി ചെയ്യുന്ന കോഴിഫാമിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കോട്ടയത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മൊബൈൽ ലൊക്കേഷൻ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മാളയിലുണ്ട് ഇയാളെന്ന് കണ്ടെത്തിയത്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. വീട്ടിലെ CCTV DVR മൊബൈൽ ഫോണും പോലീസ് തോട്ടിൽ നിന്ന് മുങ്ങിയെടുത്തു. വിജയകുമാറിന്റെ വീട്ടിലെ ഹാർഡ് ഡിസ്ക് സമീപത്തെ തോട്ടിൽ നിന്നും കണ്ടെത്തി. വീടിന് സമീപത്തെ തോട്ടിൽ നിന്നാണ് ഹാർഡ് ഡിസ്ക് കണ്ടെത്തിയത്. ഹാർഡ് ഡിസ്ക് തൊട്ടടുത്ത തോട്ടിലെറിഞ്ഞു കളഞ്ഞെന്ന് പ്രതി അമിത് മൊഴി നൽകിയിരുന്നു. വിജയകുമാറിന്റെ വീടിന് പിൻവശത്ത് 200 മീറ്റർ ദൂരെ മാറിയാണ് തോടുള്ളത്. പോലീസിന്റെ നിർദ്ദേശപ്രകാരം സമീപവാസികളായ 2 പേരാണ് തോട്ടിലിറങ്ങി തെരച്ചിൽ നടത്തിയത്. കേസിലെ ഏറ്റവും നിർണായകമായ തെളിവാണ് ഹാർഡ് ഡിസ്ക്. പാലൂട്ടിയ കൈകൾക്ക് തന്നെ തിരിച്ചുകുത്തി. ജോലി കൊടുത്തു. അവിടെ സ്വഭാവദൂഷ്യം കണ്ടാൽ ആരായാലും പുറത്താക്കും. പിന്നെ മോഷണം കൂടി നടത്തിയാൽ സ്വാഭാവികമായും പരാതി കൊടുക്കും. അത്രയേ ചെയ്തുള്ളൂ. മനസ്സിലെ വൈരാഗ്യബുദ്ധി 2 കൊലപാതകത്തിൽ കലാശിച്ചു. സമയവും സാഹചര്യവും അനുകൂലമാക്കി 2 പേരെയും കൊന്നുതള്ളി. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇന്ന് തൊഴിലിടങ്ങളിൽ ഏറെയും. ഇക്കൂട്ടർക്കും കൃത്യമായ സെൻസറിംഗ് വേണം. ഏത് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നു, ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇതെല്ലാം അന്വേഷണ വിധേയമാക്കിയാൽ ഒരുപക്ഷെ ചില കൊലപാതകങ്ങളെങ്കിലും ഒഴിവാക്കാം. കരുണയാണ് ദൈവമെന്ന് സ്വന്തം പ്രവൃത്തിയിലൂടെ തെളിയിച്ച മാർപ്പാപ്പ വിടവാങ്ങുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ ഉദാത്ത മാതൃകയാണ് നഷ്ടമാകുന്നത്. ഒരു വ്യാഴവട്ടം പാപ്പാസ്ഥാനത്തിരുന്ന് കാലം ചെയ്ത കത്തോലിക്ക സഭയുടെ 266ാമത്തെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ്. പുതുമകളുള്ള
ലാളിത്യത്തിന്റെ നേർവഴിയിലൂടെ മാത്രം നടന്നു കയറിയ ചരിത്രം അദ്ദേഹത്തിന് മാത്രം. ഇതുപോലൊരു പാപ്പ അന്യമാണ്. അത്രമേൽ സ്വാധീനം ചെലുത്തിയ, മനുഷ്യ മനസ്സറിഞ്ഞ, ദൈവഹിതം മാത്രം പ്രവർത്തിച്ച പാപ്പ. ആത്മീയമായ ഔന്നത്യത്തിൽ മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒപ്പം നിൽക്കുമ്പോൾ തന്നെ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക, അരികുവൽക്കരിക്കപ്പെട്ടവരെ ചേർത്തു പിടിക്കാൻ സന്നദ്ധ പ്രകടിപ്പിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ ദ പീപ്പിൾസ് പോപ്പ് എന്ന നിലയ്ക്ക് വാഴ്ത്തപ്പെടുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടുകൂടിയാണ്. 2013 പേഴ്സൺ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുത്തുകൊണ്ട് ടൈം മാസിക ജനങ്ങളുടെ പോപ്പ് എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ വിശേഷിപ്പിച്ചത്. സഭയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടുതന്നെ അതിലേക്ക് പരിഷ്കരണത്തിന്റെ പാത വെട്ടിത്തെളിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ അദ്ദേഹം നടത്തി. സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിന്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഭീകരതയും അഭയാർത്ഥി പ്രശ്നവും മുതൽ ആഗോളതാപനം വരെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് ലോകം കാതോർത്തിരുന്നു. ലോകരാഷ്ട്രീയത്തിൽ അദ്ദേഹം നിർണായകമായ ഇടപെടലുകൾ നടത്തി. ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധത്തിന് അയവ് വരുത്തുന്നതിൽ പങ്കുവഹിച്ചു. അഭയാർത്ഥികളോട് മുഖം തിരിക്കാനുള്ള യൂറോപ്പിന്റെ പ്രവണതയെ രൂക്ഷമായി വിമർശിച്ചു. ബാലപീഡനത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്തു. ബാലപീഡനം, ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ട വൈദികർക്കും മെത്രാൻമാർക്കുമെതിരെ അച്ചടക്ക നടപടിയും സ്വീകരിച്ചു. സഭാഭരണത്തിൽ വനിതകൾക്കും പ്രാതിനിധ്യം നൽകുന്നതിലും ഭിന്ന ലൈംഗിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനും മുൻകൈയെടുത്തു. വധശിക്ഷ ഒഴിവാക്കണമെന്ന് ആഹ്വാനം ചെയ്തു. 1936 ഡിസംബർ 17 അർജന്റീനയിൽ ബ്യൂണസ് ഐറിസിൽ ജനിച്ച ജോർജ് മാരിയോ ബർഗോളിയോയുടെ പിതാവ് ഇറ്റലിക്കാരനായിരുന്നു. മുസോളിനിയുടെ ഭരണകൂടത്തെ ഭയന്ന് അർജന്റീനയിലേക്ക് കുടിയേറിയതായിരുന്നു അദ്ദേഹം. അവിടെ റെയിൽവേ ജീവനക്കാരനായി. അദ്ദേഹത്തിന്റെ 5 മക്കളിൽ ഒരാളാണ് ജോർജ് മാരിയോ. രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ജോർജ് മാരിയോ ബർഗോളിയോ 1969 ഡിസംബർ 13 ജെസ്യൂട്ട് വൈദികനായി. 1998 ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായി. ബിഷപ്പായിരിക്കെ ആഡംബരപൂർണമായ വസതി ഉപേക്ഷിച്ച് ചെറിയ വീട്ടിലായിരുന്നു താമസം. സ്വന്തമായി ഭക്ഷണം പാകം ചെയ്തു. ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാതെ പൊതുഗതാഗത സംവിധാനത്തിലായിരുന്നു യാത്ര. 2001 കർദിനാളായി. വത്തിക്കാൻ ഭരണകൂടമായ റോമൻ കുരിയായുടെ വിവിധ ഭരണ പദവികളിൽ സേവനമനുഷ്ഠിച്ചു. 2005 അർജന്റീനയിലെ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ അധ്യക്ഷനായി. 2013 മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോഴും ലളിത ജീവിതം പിന്തുടർന്ന അദ്ദേഹം വത്തിക്കാൻ പാലസ് ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലായിരുന്നു താമസം. താഴ്മയുടെയും വിനയത്തിന്റെയും സന്ദേശം ജീവിതത്തിലൂടെ വരച്ചു കാണിച്ച മാനവികതയുടെ സ്നേഹപ്രവാചകൻ. എളിമയുടെ ആൾരൂപം. മനുഷ്യന്റെ ഏറ്റവും ധാർമ്മികവും പ്രമുഖവുമായ ഇന്ദ്രിയം കണ്ണല്ല, അത് കാതാണെന്ന് മനസ്സിലാക്കി തന്ന വ്യക്തി. എല്ലാവരെയും കേൾക്കാനുള്ള മനസ്സു കാണിച്ച മനുഷ്യസ്നേഹി. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരണത്തിൽ പോലും ലാളിത്യത്തിന്റെ, കരുണയുടെ സ്പർശം മാത്രം അവശേഷിപ്പിച്ച വിടവാങ്ങി പാപ്പ. കൗൺസിൽ യോഗത്തിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം. രാഷ്ട്രീയമാകുമ്പോൾ അങ്ങനെ വേണമല്ലോ, അതിൽ തെറ്റില്ല. പക്ഷേ പറഞ്ഞ് കളി കാര്യമായി എന്ന് പറഞ്ഞ പോലെയായി ഇവിടത്തെ അവസ്ഥ. കുന്നംകുളം നഗരസഭയിലാണ് അസാധാരണ സംഭവ വികാസങ്ങൾ. BJP കക്ഷി നേതാവ് KK മുരളി പ്രകോപിതനായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നാണ് ആരോപണം. നടപടിയായി അടുത്ത കൗൺസിലിൽ നിന്ന് മുരളിയെ സസ്പെൻഡും ചെയ്തു. ഇനി കാര്യകാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ആശാവർക്കർമാരുടെ സമരത്തെ ചൊല്ലിയായിരുന്നു നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. BJP അംഗം മുരളി കൊണ്ടുവന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾക്കിടെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത്. സംഘർഷത്തിനിടെ കൗൺസിൽ ക്ലർക്കിൽ നിന്നും BJP അംഗങ്ങൾ അജണ്ടകൾ വലിച്ചു കീറിയെറിഞ്ഞു. ബഹളത്തിനിടെ BJP കക്ഷി നേതാവ് KK മുരളിയുടെ മുന്നിലിരുന്ന കപ്പും സോസറും താഴെ വീണു പൊട്ടി. ഇത് മുരളി മനഃപൂർവ്വം തട്ടിവീഴ്ത്തി പൊട്ടിച്ചതാണെന്ന വിലയിരുത്തലിലാണ് അടുത്ത ഒരു കൗൺസിൽ യോഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്.
BJP അംഗങ്ങളുടെ ബഹളത്തെ തുടർന്ന് അജണ്ടകൾ പാസാക്കിയതായി പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു. തുടർന്ന് മുദ്രാവാക്യം വിളിയോടെ പുറത്തുകടന്ന BJP അംഗങ്ങൾ ചെയർപേഴ്സൺ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിനിടെ ഓഫീസ് വരാന്തയിലെ ചെടിച്ചട്ടികൾ മറിച്ചിട്ടതായും ആക്ഷേപമുണ്ട്. നഗരസഭയിൽ അക്രമസമരങ്ങൾക്ക് നേതൃത്വം നൽകിയ BJP കക്ഷി നേതാവ് KK മുരളിയെ സസ്പെൻഡ് ചെയ്തതായി ചെയർപേഴ്സൺ പിന്നീട് അറിയിച്ചു. ചെയർപേഴ്സൺ ഉച്ചഭക്ഷണത്തിനായി ഓഫീസിൽ നിന്നും പുറത്തുപോയപ്പോൾ BJP അംഗങ്ങൾ സമരം അവസാനിപ്പിച്ചു മടങ്ങുകയായിരുന്നു. ആശാവർക്കർമാരെ സ്ഥിരം ജീവനക്കാരായി നിയമിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ് അവതാരകനും പുഷ്പ മുരളി അനുവാദകയുമായി അവതരിപ്പിച്ച പ്രമേയം ചർച്ചകൾക്കു ശേഷം കൗൺസിൽ യോഗം ഐക്യകണ്ഠേന അംഗീകരിച്ചു. ആശാവർക്കർമാർക്ക് ഓണറേറിയം സംസ്ഥാന സർക്കാർ നൽകണമെന്ന് കോൺഗ്രസിലെ ലബീബ് ഹസൻ, ബിജു സി ബേബി, BJPയിലെ KK മുരളി, RMPയിലെ ബീന രവി എന്നിവർ ആവശ്യപ്പെട്ടു. തുടർന്ന് നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് പ്രമേയം പാസായത്. പിന്നീട് BJP അംഗം KK മുരളി അവതാരകനും ഗീതാ ശശി അനുവാദകയുമായി ഇത് സംബന്ധിച്ച് മറ്റൊരു പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു. പ്രതിമാസം ആശാവർക്കർമാർക്ക് നഗരസഭാ തനതു ഫണ്ടിൽ നിന്നോ പദ്ധതിയിൽ നിന്നോ 2000 രൂപ അധിക വേതനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയത്തെ CPM അംഗങ്ങൾ ശക്തമായി എതിർത്തു. വേതനം നൽകണമെങ്കിൽ ആശാവർക്കർമാരെ ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് CPM അംഗങ്ങൾ ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ പ്രമേയത്തിന് അവതരണ അനുമതി ചെയർപേഴ്സൺ നിഷേധിച്ചതോടെയാണ് BJP അംഗങ്ങൾ പ്രകോപിതരായി ഡയസിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് അജണ്ടകൾ കീറിയെറിഞ്ഞും കപ്പും സോസറും എറിഞ്ഞുടച്ചും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. KK മുരളി നടത്തിയ അതിക്രമത്തെ നിയമപരമായി നേരിടുന്നതിന് നഗരസഭാ സെക്രട്ടറിക്ക് ചെയർപേഴ്സൺ കത്ത് നൽകി. പോലീസിനും പരാതി നൽകിയിട്ടുള്ളതായി ചെയർപേഴ്സൺ പറഞ്ഞു. കപ്പും സോസറിന്റെയും പൊട്ടിയ കഷ്ണങ്ങൾ കൗൺസിലർമാരുടെ ദേഹത്തേക്കും തെറിച്ചതോടെ കൗൺസിൽ ഹാളിൽ ഭീകര അന്തരീക്ഷമായി മാറിയതോടെയാണ് യോഗം പിരിച്ചുവിട്ടതെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. അതേസമയം സസ്പെൻഡ് ചെയ്ത നഗരസഭാ ചെയർപേഴ്സന്റെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് BJP പാർലമെന്ററി പാർട്ടി നേതാവ് KK മുരളി പറഞ്ഞു. എല്ലാ നഗരസഭകളും കേരള മുനിസിപ്പാലിറ്റി നിയമങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കൗൺസിലിൽ യോഗങ്ങൾ ചേരുന്നത്. അതുപ്രകാരം ഏത് കൗൺസിലർക്കും ഏതൊരു വിഷയത്തിന്മേലും പ്രമേയം അവതരിപ്പിക്കാൻ അവകാശവുമുണ്ട്. ഇത്തരം ചർച്ചകളിൽ വോട്ടെടുപ്പ് നടത്തണമെങ്കിൽ അത് നിയമാനുസൃതമായി നടത്തണമെന്ന് കൃത്യമായി ആക്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താൻ കൊണ്ടുവന്ന ഒരു പ്രമേയത്തെ വോട്ടിനിടണമെന്ന് പറഞ്ഞപ്പോൾ അതിന് സമയം നൽകാതെ ചെയർപേഴ്സൺ കൗൺസിൽ പിരിച്ചുവിടുകയാണുണ്ടായത്. പ്രമേയം പാസായാൽ ചെയർപേഴ്സൺ രാജിവെക്കേണ്ടിവരും എന്ന ഭയം കൂടി നടപടിയുടെ പിന്നിലുണ്ടെന്നും മുരളി കുറ്റപ്പെടുത്തി. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത് തുച്ഛമായ ഒരു ഇൻസെൻറ്റീവാണ്. ആ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുകയും അവരെ തൊഴിലാളികളായി അംഗീകരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രമേയം. അത് വെച്ച് അംഗീകരിച്ചാൽ തന്നെ കാര്യമായി. പക്ഷേ ഇതിൽ പറഞ്ഞിട്ടുള്ള ആ വാക്ക് 2000 രൂപ അധിക വേതനം നൽകണമെന്നാണ്. അപ്പോൾ അധിക വേതനം കൊടുക്കാൻ നഗരസഭയ്ക്ക് സാധിക്കില്ല. ആ വാചകം മാറ്റി പ്രമേയം കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മുകളിൽ വളരെ മോശമായ ഒരു നിലപാടാണ് BJPയുടെ കൗൺസിലറായിട്ടുള്ള മുരളി എടുക്കുകയും ശക്തമായിട്ട് ഡയസിൽ തല്ലുകയും അതിനും ശേഷം ചായ കുടിക്കാൻ വെച്ചിരുന്ന കപ്പ് എടുത്തിട്ട് തറയിൽ എറിഞ്ഞുളയ്ക്കുക, അതിൻ്റെ ചീളുകൾ കൗൺസിലർമാരുടെ ദേഹത്തേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. അപ്പം അതിൻ്റെ പേരിൽ അടുത്ത ഒരു കൗൺസിൽ യോഗത്തിൽ നിന്ന് മുരളിയെ സസ്പെൻഡ് ചെയ്തതായിട്ട് ഞാൻ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ സസ്പെൻഡ് ചെയ്തതായിട്ട് കൗൺസിലറെ അറിയിക്കുന്നുണ്ട്. കപ്പും സോസറുമാണ് ഇവിടെ യഥാർത്ഥത്തിൽ വില്ലനായത്. താഴെ വീണ് പൊട്ടിയതാണെന്നും അതല്ല താഴത്തിട്ട് പൊട്ടിച്ചതാണെന്നും മറ്റൊരു കൂട്ടർ. പൊതുജനങ്ങൾക്ക് മാതൃകയാകേണ്ടവരാണ് ജനപ്രതിനിധികൾ. നാടിന്റെ വികസനങ്ങളും ആവശ്യങ്ങളും പരസ്പരം ചർച്ച ചെയ്ത് നടപ്പിലാക്കേണ്ടവർ. അവരിങ്ങനെ തർക്കങ്ങൾ ഉണ്ടാക്കി കാര്യകാരണങ്ങൾ ചർച്ചയ്ക്കെടുക്കാതിരിക്കുന്നതും ജനപ്രതിനിധികൾക്ക് ചേർന്നതല്ല. അതെല്ലാം ഓർത്താൽ നല്ലത്. റോഡ് നിർമ്മാണങ്ങൾ പലയിടത്തും തകൃതിയായി നടക്കുന്നുണ്ട്. അവിടെയും വേണമല്ലോ അഴിമതിയും ആരോപണങ്ങളും. റോഡ് നന്നാക്കിയാലും തകർന്നാലുമെല്ലാം അഴിമതി തലപൊക്കും. ഇവിടെ കൾവർട്ട് നിർമ്മാണത്തിലെ അപാകതയാണ്
അണ്ടത്തോട് നാക്കോലയിലെ കൾവർട്ട് നിർമ്മാണം അശാസ്ത്രീയമാണെന്നാരോപിച്ച് BJP പുന്നൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത്. 2 മാസങ്ങൾക്ക് മുമ്പാണ് അണ്ടത്തോട് AEO റോഡിലെ പ്രധാന കൾവർട്ട് ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നത്. ഇതുമൂലം AEO, മാവിൻചുവട് എന്നിവിടങ്ങളിലേക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. AEO റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡ് പൊളിച്ചിട്ടതിനാൽ മാവിൻചുവട് റോഡിനെയായിരുന്നു യാത്രക്കാർ ആശ്രയിച്ചിരുന്നത്. എന്നാൽ കൾവർട്ട് തകർന്നതോടെ ഇതുവഴിയുള്ള യാത്രയും തടസ്സപ്പെട്ടു. നാട്ടുകാർ നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും എടുത്തില്ല. ബുധനാഴ്ച കൾവർട്ട് മുഴുവനായും പൊളിച്ച് 1 അടി വ്യാസമുള്ള 3 പൈപ്പിട്ട് അതിനു മുകളിൽ മണ്ണിട്ട് നികത്താൻ അധികൃതർ എത്തിയപ്പോഴാണ് BJP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. 16 അടിയോളം വീതി വരുന്ന പറങ്കിപ്പാടത്തു നിന്നും വരുന്ന കൈത്തോടും ചിറഭാഗത്തു നിന്നും കുത്തിയൊലിച്ചു വരുന്ന വെള്ളവും ഈ കൾവർട്ടിലൂടെയാണ് കണ്ടുബസാർ റോഡിനു കുറുകെ കനോലി കനാലിലേക്ക് ഒഴുകുന്നത്. ഇത്തരം അശാസ്ത്രീയ നിർമ്മാണം 2 മാസം കഴിഞ്ഞാലുണ്ടാകുന്ന മഴക്കാലത്ത് പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാക്കും എന്നാണ് BJP പ്രവർത്തകരുടെ വാദം. ഈ പാലം ഇടിഞ്ഞു വീണിട്ട് 2 മാസമായി. ഇപ്പം ഇന്നലെ ഇത് പൊളിക്കുകയും 2 പൈപ്പ് ഇട്ടിട്ടാണ് പോയിരുന്നത്. ഇന്നലെ ഞങ്ങൾ BJP നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. 16 അടിയോളം വരുന്ന 2 തോടുകളാണ് ഇവിടെ ഈ ഇതായിട്ട് ബന്ധിപ്പിക്കുന്നത്. ആ തോട്ടിൽ കൂടെ വരുന്ന വെള്ളം ഈ 2 പൈപ്പിൽ കൂടെ എങ്ങനെ പോകുമെന്നാണ് പറയണത്. ഇന്നലെ പ്രസിഡന്റ് വന്നിട്ട് ഇത് 4 മാസത്തിനുള്ളിൽ ശരിയാക്കുന്നു പറഞ്ഞിട്ടാണ് പോയിരുന്നത്. 2 മാസം കഴിഞ്ഞ വർഷക്കാലമായി നിരവധി 65 ഏക്കറോളം വരുന്ന കൃഷിഭൂമി വെള്ളത്തിനടിയിലാവുകയും അതിന് ചുറ്റുപാടുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ് ഈ പണി ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൽ BJPക്ക് പ്രതിഷേധമുണ്ട്. ഈ പരിപാടി എത്രയും പെട്ടെന്ന് നിർത്തി നല്ലൊരു കൺവെർട്ട് ഇവിടെ പണിയണമെന്നാണ് ഞങ്ങൾ. പണം ഒഴുക്കിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നിർമ്മാണം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും തകർന്നാലോ? സ്വാഭാവികമായും പൊതുജനം പ്രതികരിക്കും. നിരവധി മുറവിളികൾക്കൊടുവിലായിരിക്കും പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നത്. ഈ സമയത്ത് യാത്രാ സൗകര്യത്തിനായി പൊതുജനം ബുദ്ധിമുട്ടുന്നത് വേറെയും. ഒടുവിൽ അഴിമതിയുടെ പേരിൽ തകർന്നാലും ദുരിതം പേറേണ്ടത് പൊതുജനം തന്നെ. ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. പണം വെറുതെ മണ്ണിൽ ഒഴുക്കിക്കളയാനുള്ളതല്ലല്ലോ. രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണം, നിഷ്ഠൂരമായ കൊലപാതകം തുടങ്ങി കണ്ണും മനസ്സും നനയിക്കുന്ന കാഴ്ചകളായിരുന്നു ഈ ആഴ്ചയിലെ പ്രധാന സംഭവവികാസങ്ങൾ. സംഘർഷഭരിതമായ ദിവസങ്ങൾ, പറയുന്നതും കേൾക്കുന്നതും കാണുന്നതുമെല്ലാം ആശങ്കയോടെ വിലയിരുത്തേണ്ട നിമിഷങ്ങൾ. ഇതിനിടയിലും മനസ്സിൽ വസന്തം വിരിക്കുന്ന കാഴ്ചകളും ഒന്ന് കണ്ടുവരുന്നത് നല്ലതാണ്. കാണാം അങ്ങനൊരു വാർത്ത. ഗുരുവായൂർ ചക്കംകണ്ടം കായലോരത്ത് പൊന്നും വള്ളികളിൽ പൂവിരിഞ്ഞു. നയനമനോഹര ചാരുതയേകുന്ന കാഴ്ച കാണുവാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. പച്ചപ്പു വിരിച്ച് വളർന്നു നിൽക്കുന്ന കണ്ടൽ ചെടികൾക്കിടയിലാണ് പൊന്നുമള്ളികളിൽ പൂവുകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. അരിപ്പൂ പോലെയുള്ള ചെറിയ പൂക്കൾ കൂട്ടത്തോടെ പൂത്തത് കായലോരത്ത് എത്തുന്നവർക്ക് നവ്യാനുഭൂതിയാണ് ഉണ്ടാക്കുന്നത്. കണ്ടൽക്കാടുകളിൽ കണ്ടുവരുന്ന വള്ളിച്ചെടിയാണിത്. ഡെറിസ് ട്രൈഫോൾട്ട എന്നതാണ് ശാസ്ത്രീയ നാമം. കരിമീൻ വള്ളി എന്നും ഇതിന് പേരുണ്ട്. ഒരുപാട് ഔഷധ ഗുണമുള്ള സസ്യമാണിത്. കീടനാശിനിയായി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ പൂക്കൾ കൂട്ടത്തോടെ പൂത്തതോടെ പുഴയോരം ഭംഗിയായി. കായലിൽ ലവണാംശം കുറയുക, ശുദ്ധജല ലഭ്യത കുറയുക, ചൂടുകൂടുക എന്നീ അനുകൂല സാഹചര്യങ്ങളിൽ കൂട്ടത്തോടെ പൊന്നുമള്ളികൾ പൂക്കുന്നതിന് കാരണമാകുന്നു. മഴയുടെ വരവറിയിക്കാനാണ് പൊന്നുമള്ളികൾ പൂക്കുന്നതെന്നാണ് പഴമക്കാർ പറയുന്നത്. ബലമേറിയ ഈ വള്ളികൾ വെട്ടിയെടുത്ത് ചതച്ച് കയറിന് പകരമായി ഉപയോഗിച്ചിരുന്നു. കൂടാതെ ഇതിന്റെ തണ്ടിലടങ്ങിയ നാരുകൾ ഉപയോഗിച്ച് മീൻപിടുത്ത വലകളും ഉണ്ടാക്കാൻ കഴിയും. കണ്ടൽക്കാടുകളിൽ പൊന്നുമള്ളികൾ നിറഞ്ഞതോടെ നിരവധി സഞ്ചാരികളാണ് ചിത്രങ്ങൾ പകർത്താനും സെൽഫി എടുക്കാനും ഇവിടെ എത്തുന്നത്. പൂത്തുലഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങൾ പ്രതീക്ഷയുടെ, സന്തോഷത്തിന്റെ കൂടി പ്രതീകമാണ്. ചില കാഴ്ചകൾക്കും പലതും മറയ്ക്കാനുള്ള കഴിവുണ്ടല്ലോ. നല്ലതും ചീത്തയും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ദിനം പ്രതി വന്നുപോയിക്കൊണ്ടിരിക്കും. നമ്മളും അതിനൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. വാർത്താവാരത്തിലെ വിശകലനവുമായി ആഴ്ചവട്ടം അടുത്ത ആഴ്ച ഇതേ സമയം. നമസ്കാരം.